ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഷിബു എന്ന സഹോദരനാണ്. ഈ ദൈവത്തിൻ്റെ ഈ വലിയ കയ്യൊപ്പ്, ഈ അടയാളം നടക്കുമ്പോൾ ദേവാലയത്തിൽ ഉണ്ടായിരിക്കുകയും അന്ന് ദൃക്സാക്ഷിയാകുകയും ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതിയിൽ പള്ളിയുടെ ട്രസ്റ്റിയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഈ നിമിഷത്തിൽ ഈ സംഭവം ഇന്ന് നമുക്ക് ഈ കാരണമായ വൈദികൻ പതിക്കലച്ചൽ നമ്മളോട് വിട പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? അച്ഛൻ വിട പറയുമ്പോൾ ഈ 2013 ഞാനത് ദൃക്സാക്ഷിയാണ്, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കൊണ്ടതിന് ശേഷം അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ വന്നായിരുന്നു. അത് തട്ടിപ്പാന്നോ ഒക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരുപാട് മാനസികമായിട്ട് അച്ഛനെ തകർന്നുപോയി. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നത് അച്ഛൻ്റെ കാലത്ത് തന്നെ അത് അത്ഭുതമായിട്ട് പ്രഖ്യാപിച്ച് അത് കാണാനും അത് കയ്യിലെടുക്കാനുള്ള കൃപ അച്ഛന് ലഭിച്ചു എന്നുള്ളതാണ്. അച്ഛൻ അതിനുശേഷം മൊത്തം അസുഖമായിരുന്നു. 5-8 വർഷമായിട്ട് അച്ഛൻ അസുഖത്തിൽ കിടക്കുമായിരുന്നു. ഞങ്ങളിടയ്ക്ക് പോയി കാണാറുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വടക്കന്നൂർ എന്നെ അടക്കണമെന്നും അതുപോലെ ഈ അത്ഭുതം ആയിട്ട് കണ്ടിട്ട് മരിക്കണമെന്ന് ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ. അത് രണ്ടും സാധിച്ചു. അച്ഛൻ്റെ ആഗ്രഹം പോലെ ഇവിടെ തന്നെ നടക്കാൻ സമയം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പരിപാടിയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അച്ഛന്മാരും എല്ലാവരും കൂടി ഇടവക്കാരും മറ്റു പുറത്തുള്ളവരും കൂടി ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് തീർക്കാൻ സാധിച്ചു. സ്നേഹമുള്ളവരെയും ഈ സഹോദരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ അത്ഭുതം അച്ഛൻ്റെ കാര്യങ്ങളിൽ നടന്നപ്പോൾ തന്നെ പതിക്കലച്ഛനെക്കുറിച്ച് എന്തിന് സഭയിലെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ പോലും തെറ്റായും മോശമായും ഒക്കെ പറഞ്ഞപ്പോഴും അതിനെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാ ആ നൊമ്പരങ്ങൾ ഏറ്റെടുത്ത്, അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ 2013 നവംബർ 15 മുതൽ അച്ഛൻ വേദനയിലൂടെ ശാരീരികമായ മാനസികമായ പീഡനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഇത് സഭ ഔദ്യോഗികം അംഗീകരിക്കുന്ന ആ ദൃശ്യത്തിന് ആ നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കുവാനും കൂടെ ദൈവം അനുഗ്രഹിച്ചിട്ടാണ് പതിക്കലച്ഛനെ ഇപ്പോൾ ദൈവത്തിരുസന്നിധിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഇവിടെ അടക്കം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഒരു ഇടവക എന്ന നിലയിലും അന്ന് ഈ സംഭവത്തിൽ ദൃക്സാക്ഷി എന്ന നിലയിലും എന്താണ് മനസ്സിൽ തോന്നുന്ന ആ വികാരം? അച്ഛൻ അസുഖമായപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കാണാൻ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അച്ഛൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ അച്ഛൻ എന്നെ വിളക്കിൻ്റെ അടക്കണമെന്നായിരുന്നു. അപ്പോൾ അച്ഛൻ എഴുതി വെക്കാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും നമ്മുടെ ബഹുമാനപ്പെട്ട വികാരച്ചനും കൊച്ചച്ഛന്മാരും ഞങ്ങളുടെ ഇടവക്കാരോട് ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് പിന്നെ അച്ഛൻ നോക്കിയത് പെങ്ങളുടെ മകളാണ്. അവരൊക്കെ ശക്തമായിട്ട് പറഞ്ഞു അച്ഛൻ്റെ ആഗ്രഹം ഇവിടെ തന്നെ അടക്കണമെന്നായിരുന്നു. അങ്ങനെ പിതാവ് സമ്മതിച്ച് നമ്മൾ ഇവിടെ തന്നെ ആക്കി. അവരുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒന്നുകിൽ അച്ഛൻ്റെ ഇടവക കിളിന്തരപ്പള്ളി അടക്കുകയോ അല്ലെങ്കിൽ തലശ്ശേരി കത്തീഡ്രൽ അടക്കലാണ് എൻ്റെ സാധ്യത. അപ്പോൾ അച്ഛൻ എഴുതി വെക്കാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. എങ്ങനെ പിതാവ് നമുക്ക് അനുഭവിച്ചു വന്നു. എല്ലാം അച്ഛൻ്റെ ആഗ്രഹം എല്ലാം സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അച്ഛൻ്റെ കർത്താവിന് തിരുമുഖം കണ്ടില്ലേ, അപ്പോൾ അത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പോൾ അച്ഛനെ കാണണം സന്തോഷം. ഇടവക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവമാണ് ഞങ്ങൾക്ക്. ഞാൻ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ മകളാണ്. അച്ഛൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫ്രണ്ടും കൂടെ ആയിരുന്നു. കുട്ടിക്കാലം തൊട്ട് ഞാനുമായിട്ട് ഞങ്ങൾക്ക് അധികം പ്രായ വ്യത്യാസമില്ല. ഒരു 6-7 വയസ്സിൻ്റെ എൽഡർ ആണെന്നേ ഉള്ളൂ. അത് കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ പുള്ളിയുടെ കളിച്ചാണ് വളർന്നത്. പിന്നെ അച്ഛനായതിനു ശേഷം വീട്ടിൽ വരുമ്പോഴും എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. പുള്ളിയുടെ ജീവിതവും സ്വഭാവങ്ങളും എല്ലാം നല്ലൊരു ആളായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. ഈ അച്ഛനോട് വന്ന കാലം വരെ ഞങ്ങളുമായിട്ട് ഒരു ഇടവകയിൽ അങ്ങോ നല്ല രീതിയിലല്ല, ഒരു വീട് പോലെയുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. ഈ അച്ഛൻ എൻ്റെ 3 കുഞ്ഞുങ്ങളുടെയും മാമുദിച്ചായും നടത്തി, എൻ്റെ മകൻ്റെ കല്യാണവും നടത്തി, ഒരു കൊച്ചു മരിച്ചു പോയിട്ട് ശവം അടക്കി. പിന്നെ എൻ്റെ മോൻ കമ്മിറ്റിക്കാരനായിരുന്നു. അത് കാരണം അച്ഛനുമായിട്ട് എപ്പോഴും ഞങ്ങളൊരു ബന്ധം ഉണ്ടായിരുന്നു. അച്ഛനുമായിട്ട് അച്ഛൻ മരിച്ചെന്ന് കേട്ടപ്പോഴും അച്ഛന് മേലാതെ അച്ഛൻ ഇവിടുന്ന് പോയ എല്ലാ ഇടവകളിലും ഞാൻ പോയി കണ്ടിട്ടുണ്ട് അച്ഛനെ. അത് കാരണം ഞങ്ങൾക്ക് അച്ഛൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വീട്ടിലൊരംഗം പോലെയാണ് ഞങ്ങൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. എന്നാന്ന് ചോദിച്ചാൽ വലിയ നിർബന്ധങ്ങളും വലിയ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കാണിക്കും. നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടാണ് സംസാരിക്കാൻ ചെന്നത്. അത് കാരണം അച്ഛൻ്റെ ഇടയ്ക്കിലൂടെ സംസാരിക്കുന്ന നേരത്തെ തന്നെ പുള്ളി ഒരു ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഈ പള്ളിമുറ്റത്ത് ഈ അച്ഛനുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ നിന്ന് വർത്തമാനം പറയുകയില്ല. ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റായിരുന്നു. എല്ലാവർക്കും ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു സിസ്റ്റർ ഇവിടെ ചേരുകയാണ്. സിസ്റ്റർ ആലപ്പുഴയിലാണ്. സിസ്റ്ററിൻ്റെ വീട് ഇവിടെയാണ്. ആ ഒരു ബന്ധം വെച്ചിട്ടാണ്. സിസ്റ്ററെ, നമ്മുടെ പതിക്കലച്ഛൻ്റെ കരങ്ങളിൽ നിന്നും ആ തിരുവോസ്തി ഈശോയുടെ തിരുമുഖം പതിക്കുവാൻ വേണ്ടി ദൈവം അനുഗ്രഹിച്ചു. ആ അച്ഛൻ ഇന്ന് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ സമയത്ത് സിസ്റ്ററിനെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായതും അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
പതിക്കലച്ചനോടുള്ള സ്നേഹവും ബഹുമാനം വിശുദ്ധമായ ജീവിതവും ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. ആ ഒന്ന് മുഖം കണ്ട് ഒന്ന് തൊട്ടുമുത്തണം, അനുഗ്രഹം മേടിക്കണമെന്നുള്ള ആഗ്രഹമാണ്. ഒരു അച്ഛനൊരു വിശുദ്ധനാണെന്ന് തന്നെ സിസ്റ്ററിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു അച്ഛനെ തൊട്ടുമുത്താൻ വേണ്ടി അല്ലേ, ആ എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അച്ഛൻ്റെ ജീവിതം വിശുദ്ധമായ ജീവിതമായിരുന്നു, സ്നേഹമായിരുന്നു, ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. സമർപ്പിത സംഗമത്തിൽ ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ചു വരികയും ഞങ്ങളോട് സ്നേഹത്തോടു കൂടി പെരുമാറുകയും ഒരു പിതൃവാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു ഞങ്ങളോട് ആശ്ലേഷിക്കുകയും സ്നേഹത്തോടുകൂടി സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിശുദ്ധനായ ഒരു നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്? എങ്ങനെയാണ്? തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം തമ്പുരാൻ നമുക്ക് അവസരങ്ങൾ ഒരുക്കിത്തരുന്നതാണ്. അത് മറ്റുള്ളവരിലൂടെയും അല്ലാതെയും പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു വേദിയാണിപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അത് തീക്ഷ്ണമായി അതിനെ ആസ്വദിക്കുകയും അതിനെ തീക്ഷ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് തലശ്ശേരി അതിരൂപതയിലെ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുടി അച്ഛനാണ്. അച്ഛാ, പതിക്കലച്ഛൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർദ്ധരായിരിക്കുവാണ് ഈ ജനം മുഴുവനും. പക്ഷേങ്കിലും ഒരു പ്രത്യാശയുടെ ഒരു വലിയ സാക്ഷ്യം നമുക്ക് അച്ഛനോട് ദർശിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. ഈ നിമിഷത്തിൽ അച്ഛന് ഞങ്ങളോട് പറയാനുള്ളത് എന്താണ്? വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ മരണം വരെ നീ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ലഭിക്കും എന്ന വചനമാണ് നമുക്ക് ഇപ്പോൾ ആശ്വാസമായിട്ടുള്ളത്. കാരണം ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ഛൻ കഴിഞ്ഞ 48 വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെയും 73 വർഷക്കാലം ദൈവം നൽകിയ ഈ ലോകത്തിൽ വസിക്കുവാനുള്ള അസുലഭ ഭാഗ്യം ലഭിച്ചപ്പോഴും കുടുംബാംഗങ്ങളോടും സഭയോടും അതിരൂപതയോടും ദൈവജനത്തോടും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തയോടുകൂടെ ജീവിച്ചു എന്നുള്ളത്, ഏറ്റവും വലിയ വിശുദ്ധിയോടുകൂടെ ജീവിച്ചു എന്നുള്ളതും തലശ്ശേരി അതിരൂപത വൈദികരായ ഞങ്ങൾക്കും ദൈവജനത്തിനും ഏറെ അഭിമാനകരമായ കാര്യമാണ്. അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ തീർച്ചയായും ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാന 2013 നവംബർ 13-ാം തീയതി അച്ഛൻ വിശുദ്ധ കുർബാന മധ്യേ എടുത്ത് ഉയർത്തിയപ്പോൾ ഈശോയുടെ തിരുമുഖം ആ തിരുവോസ്തിയിൽ പതിഞ്ഞ് സർവ്വ മനുഷ്യ മനസ്സുകൾക്കും ഒരിക്കൽ കൂടി ഈശോയുടെ സജീവമായ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയിൽ ഉള്ളത് എന്ന് അനുഭവിക്കുവാനും ആ വിശ്വാസത്തിൽ ആഴപ്പെടാനും സർവ്വ മനുഷ്യർക്കും സാധിച്ചു എന്നുള്ളതും ഇതിനുള്ള ഭാഗ്യം ലഭിച്ചതും അച്ഛന് മാത്രമാണ്. തീർച്ചയായും അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തും ഇപ്പോൾ ഒരു വിശുദ്ധനാണ് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അച്ഛൻ്റെ വലിയ പൗരോഹിത്യ ജീവിതം വലിയ തീക്ഷ്ണതയുടേതായിരുന്നു, വലിയ സഹനത്തിൻ്റെതായിരുന്നു, വലിയ സ്നേഹത്തിൻ്റെതായിരുന്നു. ഏവർക്കും അനുകരണീയമായ മാതൃകയും ഏവർക്കും വിശിഷ്യ തലശ്ശേരി അതിരൂപതയ്ക്ക് വലിയ അഭിമാനവും വലിയ അനുഗ്രഹവും ദൈവം നൽകിയ ഒരു അസുലഭ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ അച്ഛനെ കാണുന്നത്. അച്ഛനെ നിത്യ സൗഭാഗ്യം ഞങ്ങൾ ആശംസിക്കുന്നു. ഈ ആയിരക്കണക്കിന് ജനം ഇന്ന് ഇവിടെ തടിച്ചു കൂടുമ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷ എന്തുമാത്രം ഈ ദൈവജനം അച്ഛനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അടയാളവുമാണ്. അതുപോലെ തന്നെ അച്ഛനും ദൈവജനത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുകയും ദൈവജനത്തെ ദൈവോന്മുഖമായും സഹോദരന്മുഖമായും നയിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം വിഷമിക്കുന്നു, വേദനയുണ്ട്. എങ്കിലും ക്രൈസ്തവരായ നമ്മൾ വിശ്വാസനേത്രങ്ങളിലൂടെ അച്ഛൻ്റെ ഈ ദേഹവിയോഗത്തെ ദൈവം നിത്യസമ്മാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും തലശ്ശേരി അതിരൂപത കുടുംബത്തിൻ്റെ ആത്മാർത്ഥമായ അനുശോചനവും പ്രാർത്ഥനയും ഞങ്ങൾ നേരുകയും ചെയ്യുന്നു. അച്ഛാ, അതോടൊപ്പം തന്നെ ഈ 2013 നവംബർ 15-ാം തീയതി ഈ അടയാളം അച്ഛനിലൂടെ നടന്നപ്പോൾ അച്ഛൻ സഹനത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോരുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, മാനസികവും ശാരീരികവും വേദനയിലൂടെ. അപ്പോൾ ഈ സഹനവും ക്രിസ്തീയ ജീവിതവും നിത്യരക്ഷയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് കൂടി അച്ഛൻ ഈ നിമിഷത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ അത് അനേകർക്ക് അതൊരു പ്രത്യാശയുടെ സന്ദേശമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം അച്ഛൻ്റെ ജീവിതത്തിൽ ബേബി സാർ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു തിരുവോസ്തിയിൽ പരിഞ്ഞ എന്ന് പറയുമ്പോൾ അത് ആരംഭ കാലഘട്ടത്തിലൊക്കെയും ഏവർക്കും വിശ്വസിക്കാനായിട്ട് വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്ന ചിന്ത പലരെയും അലട്ടിയിരുന്നു.
എന്നാൽ പതിക്കലച്ഛനെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം അച്ഛൻ അങ്ങനെയൊരു കൃത്രിമം കാണിക്കുന്ന ആളല്ല. അച്ഛൻ എപ്പോഴും വിശ്വാസ നേത്രങ്ങളിലൂടെ ജീവിതത്തെ കാണുകയും തീർച്ചയായും വിശ്വാസൂന്നിയ ഒരു ജീവിതമാണ് അച്ഛൻ നയിച്ചത്. അച്ഛൻ ഈ സഹനം ഉണ്ടായപ്പോൾ അച്ഛൻ ക്രൂശിതനായ ഈശോയാണ് ചേർത്ത് നിർത്തിയത്. അച്ഛൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, എങ്കിലും ക്രൂശിതനായ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ഈ സഹനമൊന്നും സഹനമല്ലാതായി വരുന്നു. കാരണം ഈശോ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. ആ സത്യത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പലരും ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഈശോയ്ക്കെതിരായിട്ട് എന്തുമാത്രം ദുരാരോപണങ്ങളാണ് നമ്മൾ തിരുവനന്തപുരത്തൂടെ കണ്ടുമുട്ടുക. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള വേദനകൾ വളരെ നിസ്സാരമായിട്ടാണ് അച്ഛൻ കണ്ടത്. കാരണം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ തമ്പുരാൻ്റെ സഹനത്തോട് തുലനം ചെയ്യുമ്പോൾ ഇത് വളരെ നിസ്സാരമാണെന്നും അതിൻ്റെ മുൻപിൽ ഈ സഹനം എനിക്ക് രക്ഷാകരമാകുമെന്നും അച്ഛൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യാശ അതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ രക്ഷാകരമാക്കി മാറ്റുവാൻ ഈശോയുടെ ക്രൂശിത മുഖത്തേക്ക് നോക്കുക. ഈശോയുടെ ജീവിത ശൈലി നമുക്ക് വലിയ അനുഗ്രഹവും സഹനങ്ങളിൽ നമുക്ക് പ്രത്യാശയും അവയൊക്കെ നമുക്ക് നന്മയ്ക്കായിട്ട് മാറ്റുമെന്നുള്ള വലിയ ഉറച്ച ബോധ്യവും ആണ് ക്രൈസ്തവ സമൂഹത്തിനുള്ളത്. അതുകൊണ്ട് വേദനിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനായിട്ടുള്ളതും അച്ഛൻ നമുക്ക് തന്ന വലിയ ജീവിത മാതൃക, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ ജീവിച്ചുകൊണ്ട് ക്രൂശനായ മിശിഹായുടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ദൈവം അറിയാതെ ഒന്നും ജീവിതം സംഭവിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ നമ്മൾ മറന്നാലും മറക്കാത്ത ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. അത് വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരോടുമുള്ള കരുതലിൻ്റെ അടയാളമായി കാണുമ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ നിമിഷങ്ങൾ നമുക്ക് അനുഗ്രഹമായും സന്തോഷമായും രൂപപ്പെടും.